കലോത്സവത്തിന്റെ അവസാന നാളുകളിലേക്കാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. ഇവിടെ കലാശക്കൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കലാകാരന്മാര് ഇവിടെ എല്ലാവരും ചേർന്നിട്ട് പരിപോഷിപ്പിച്ചെടുക്കുന്ന ഒരു വേദി തന്നെയാണിത്. അവിടെ ആരും കാണാതെ പോകുന്ന ചില കലാകാരന്മാരുണ്ട്. അങ്ങനെ ഒരാളെയാണ് നമ്മളിപ്പോ കണ്ടുമുട്ടിയിരിക്കുന്നത്. വളരെ കുറച്ച് പെൻസിലുകളും ഒരു കാർഡ്ബോർഡും കുറച്ച് പേപ്പറും ഒരു വൈറ്റ് പേപ്പേഴ്സും മാത്രം വെച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ആളുടെ ചുറ്റുമുള്ള ആൾക്കൂട്ടം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇത്ര പെട്ടെന്ന് കഴിയോ? ഇതിപ്പോ എത്ര സമയം എടുക്കും ഒരു ചിത്രം വരയ്ക്കാനായിട്ട്? 10 മിനിറ്റ് 15. പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടർ ഫേസ് ചിലരുടെ പല പല ഫേസ് ആണല്ലോ. ആണോ? അപ്പൊ ഇതല്ലാതെ ഈ ഒരു ഇങ്ങനെ ലൈവ് പ്രോഗ്രാംസ് അല്ലാതെ വേറെന്താ ചെയ്യാറുള്ളത്? അല്ലാതെ ഇപ്പൊ ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യാറുണ്ട്. ആർട്ട്പരമായിട്ടുള്ള എല്ലാ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പാർട്ട് ടൈം ആയിട്ട് അധ്യാപകനാണ്. അപ്പൊ ഈ ഒരു ഫീൽഡിലേക്കൊക്കെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ പഠിച്ച ഫൈനാൻസ് കോളേജിലാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് 2014 ഇറങ്ങി. 2014 ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാൾ ഫ്രീലാൻസ് അങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് പിള്ളേരൊക്കെ പഠിപ്പിച്ചു. ഇവിടെ ഈ കലോത്സവ വേദിയിൽ വന്നിട്ട് തിരക്കൊക്കെ എങ്ങനെയുണ്ട് ഈ ഒരു ഇതിന്? കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വെറുതെ വന്ന് കണ്ട് പോയി. ഇപ്രാവശ്യം ഇന്നലെയാണ് വന്നത്. നമ്മള് 2 കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു. വന്നിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അല്ലാതെ ട്രെയിനിലൊക്കെ വരുമ്പോൾ സ്കെച്ച് ബുക്ക് ഉണ്ട്. അപ്പൊ എപ്പോഴും കൊണ്ടുനടക്കും. അപ്പൊ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ട്രെയിനിലൊക്കെ വന്ന് ചിലർ ഉറങ്ങുമ്പോഴെല്ലാം സ്കെച്ച് ചെയ്യാറുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അല്ലാതെ ലൈവ് ചിലപ്പം ഇപ്പൊ നാട്ടിലൊക്കെ ആകുമ്പോൾ ചില ഇവന്റുകളിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വെറുതെ മാർക്കറിൽ എഴുതിയിട്ട് വെറുതെ വന്നിരുന്നതാണ്. ഞാൻ ആദ്യം അവിടെ ഇരുന്നത്. പിന്നെ ഇവിടെ സ്റ്റോൾ ഉള്ളതുകൊണ്ട് ഒരു വഴിയാണ് അതൊന്ന് വെറുതെ ഇരുന്നത്. അപ്പൊ പയ്യെ ഓരോ ആൾക്കാരൊക്കെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അല്ല, അത്യാവശ്യം നന്നായിട്ട് ആളുകളുണ്ട് വരാനായിട്ട്. ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും അടുത്തടുത്ത് കയറാനായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചിലവര് പിന്നെ ഇപ്പൊ ചിലർ ആയിട്ടില്ലെന്ന് പറയും. ചിലർ നിങ്ങളെ വരാണ്ട് എല്ലാരും കാരണം പക്ക വരയ്ക്കുന്ന ടൈം കിട്ടില്ല. എങ്കിലും ഈ ഒരു ഇത് തന്നെ ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ താല്പര്യം? ആർട്ട് വിടാതെ കൊണ്ടുപോകാനാണ് പരിപാടി. എനിക്കിത് ഞാൻ എപ്പോഴും പ്രാക്ടീസ് എന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇതാകുമ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർ വരും. മറ്റത് നമ്മൾ കാണാതെ ഇരുന്ന് വരയ്ക്കുമ്പോഴത്തേക്കും ചോദിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ അവര് വന്നിരുന്ന് തരും. അപ്പൊ നമുക്ക് പല പല ഫേസുകൾ ഇങ്ങനെ സ്റ്റഡി ചെയ്യാനൊക്കെ പറ്റും. ചില പ്രായമുള്ളവര് പ്രായമുള്ള പിള്ളേരൊക്കെ വരയ്ക്കാൻ ഭയങ്കര രസമാണ്. ഈ ഒരു ഇതിന് ഭയങ്കര ഒബ്സർവേഷൻ മൈൻഡ് ഭയങ്കരമായിട്ട് വേണമല്ലോ. അപ്പൊ അത് ആ ഒരു ആ ഒരു സംഭവം വരാനായിട്ട് എന്തെങ്കിലും പ്രാക്ടീസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യും? പ്രാക്ടീസ് ഇല്ല. ഞാൻ മാവേലിക്കര പഠിച്ചപ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ്. അതായത് ഞാൻ തിരുവനന്തപുരത്ത് മാവേലിക്കര പോയി വരികയാണ് ചെയ്തത്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരു ബാച്ച് നിൽക്കും. ഞങ്ങൾക്ക് 4 വർഷം ട്രെയിനിലാണ് യാത്ര. സ്റ്റേ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് കൂടുതലും പ്രാക്ടീസിലോട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ ഈ ഒരു വരുന്ന മണിക്കൂർ ഞങ്ങൾ കൂടുതലും ട്രെയിനിലുള്ളവരെ ഉറങ്ങുന്നതായിരിക്കും വരും. അതിന് ഭയങ്കര പേടിയാണ്. ബുക്കിൽ വരച്ച് പിന്നെ കാണിക്കും. പിന്നെ ആദ്യം ബർത്തിലാണ് വരയ്ക്കുന്നത്. പിന്നെ ഏകദേശം ഓക്കെ ആയി എന്ന് തോന്നിക്കഴിയുമ്പോൾ താഴെ ഇറങ്ങി ഡയറക്ടർ വരയ്ക്കാറ്. പിന്നെ ചിലവർ ഇഷ്ടപ്പെടും, കാണും. എല്ലാ സ്ഥിരം യാത്രക്കാരൊക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരെ എപ്പോഴും കാണും. അവരൊക്കെ ചിലപ്പോൾ ഇരുന്ന് തരും. പിന്നെ നമുക്ക് ഗട്സ് ഒന്നാണ്. എന്തായാലും എനിക്ക് എന്റെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലെ ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. Al-Azhar Group of Institutions, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.